പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങി. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. സാംസങ് കമ്പനിയുടേതാണ്. ഇത് ഫിറ്റ് ചെയ്തയാൾ ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് കേൾക്കൂ. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാമല്ലോ. സ്നേഹപൂർവ്വം രചന. ഇത് പ്രവർത്തിപ്പിക്കുക എങ്ങനെയാണെന്ന് അറിയുന്നവർ കാണണ്ട, അറിയാത്തവർ കണ്ടോളൂ. ഇതിനകത്ത് സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, ലിക്വിഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് സ്മെല്ലിന് ഉപയോഗിക്കുന്ന കംഫർട്ട്, സ്റ്റിപ്പൺ ഷെയ്ഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെയാണെങ്കിൽ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇതൊരു 1-2 ആഴ്ച കൂടുന്ന സമയത്ത് എടുത്ത് ക്ലീൻ ആയി കൊടുക്കുക. ഡ്രസ്സിൻ്റെ ചെളി കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വന്നിട്ട് കറക്റ്റ് ക്ലീൻ ആയി കൊടുക്കുക. ഇതിൽ പവർ ഓൺ ഓഫ് ഒന്ന് തന്നെ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടും പോസും ഒരു ബട്ടൺ തന്നെ വരുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് പോസ് ചെയ്യാൻ. ഇനിയൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഓക്കെ, പവർ ഓൺ ഓഫ് ഒന്ന് തന്നെ സ്റ്റാർട്ടും പോസും അതേപോലെ തന്നെ ബട്ടൺ തന്നെ വരുന്നത്. ഇത് ഓരോന്നും ഓരോ രീതിയിൽ അലക്കുന്ന ഓപ്ഷൻസ്, അതായത് ഓരോ രീതിയിലുള്ള തുണിയായിരിക്കില്ല, ജീൻസ്, പോളിസ്റ്റർ, കോട്ടൺ അങ്ങനെയൊക്കെ. അപ്പോൾ ചില ഡ്രസ്സിന് നമുക്കിപ്പോൾ ഇപ്പോൾ ജീൻസ് മാത്രം അലക്കിയാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീൻസിൻ്റെ നേരെ കണ്ട ഇവിടെ 5 എന്നുള്ള നമ്പർ. അപ്പോൾ നിങ്ങൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ 5 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കണം. 5ാമത്തെ വർക്ക് ചെയ്യും. അതല്ല 6 വേണമെങ്കിൽ 6, 7 വേണമെങ്കിൽ 7, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ വേണ്ട അതിന് നേരെയുള്ള നമ്പർ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞ് തിരിച്ച് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഒന്നിലേക്ക് വരും. അങ്ങനെ നിങ്ങൾക്ക് ഏതുകൊണ്ടും സെലക്ട് ചെയ്യാം. നോർമൽ ഡെയിലി എല്ലാ ദിവസവും അലക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്ലോത്തും മിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2 ക്വിക്ക് വാഷ് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ടൊക്കെ അലക്കാനൊക്കെ ആണെങ്കിൽ 2ാമത് ഉപയോഗിക്കാം. 3ാമത്തെ ഡെലിക്കേറ്റ്സിനകത്ത് കട്ടി കുറഞ്ഞ കളർ പോകുന്ന ഡ്രസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കല്ല് വെച്ച ടൈപ്പൊക്കെ, അതൊക്കെ ആണെങ്കിൽ 3ാമത്തെ ഉപയോഗിക്കാം. 4ാമത്തെ ബെഡിങ്ങിനകത്ത് ബെഡ്ഷീറ്റ്, തലയണ കുറേ അങ്ങനത്തെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെങ്കിൽ ഇതിനകത്ത്. ജീൻസിനകത്ത് കുറച്ചും കൂടി കട്ടി കൂടിയ ക്ലോത്തൊക്കെ ഉണ്ടല്ലോ, ജീൻസിൻ്റെ മേലെ. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. എനർജി സേവിംഗ് എന്ന് വെച്ചാൽ വെള്ളം അതുപോലെ തന്നെ കറണ്ട് ബില്ല്, ഇത് രണ്ടിൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുകയാണ്. എത്രത്തോളം കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ഇതെടുക്കും. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമാണ്, വാഷിംഗ് ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. റിൻസ് പ്ലസ് സ്പിൻ എന്ന് വെച്ചാൽ പുറമേ നിലക്കിയിട്ട് ഇതിനകത്ത് ഒലുമ്പോഴൊക്കെ മാത്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പുറമേ നിലക്കിയിട്ട് വെള്ളത്തോടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒലുമ്പലും ഉണക്കലും മാത്രമായിട്ട് സെപ്പറേറ്റ് ഉണക്കലും മാത്രം ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. എക്കോ ടബ് ക്ലീൻ, ഡ്രം ക്ലീൻ ചെയ്യുന്ന ഓപ്ഷൻ. 1 മാസം കൂടി സമയത്ത് ഡ്രം കാര്യങ്ങൾ ക്ലീൻ ആക്കി കൊടുക്കുക. ഇതിനുള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന സോപ്പിൻ്റെ, ഡ്രസ്സിൻ്റെ ഒക്കെ ചളി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ക്ലീൻ ആക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇത്. 1 മാസം കൂടി സമയത്ത് ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ ക്യാപ്സ്യൂളൊക്കെ വാങ്ങി കിട്ടും, ഡ്രം ക്ലീനിങ് പൗഡറിൻ്റെ. അത് വാങ്ങിയിട്ട് ക്ലീൻ ആക്കി ഡയറക്റ്റ് ഡ്രമ്മിനകത്ത് അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഡിലേ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറമേ പോകുന്നു. ഇപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂറിനുള്ളിൽ ഫുൾ അലക്കി ഒലിമ്പി ഉണക്കി തീരുന്ന രീതിയിലുള്ള ടൈം വരും. അതുപോലെ തന്നെ വാട്ടർ ലെവൽ എന്ന് വെച്ചാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കും. ഇപ്പോൾ ഡ്രസ്സിന് ഇത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ. പിന്നെ ചില ഡ്രസ്സിന് ഇത്ര വെള്ളം കുറച്ചുകൂടി നന്നായിട്ട് അലക്കി കിട്ടുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് വാട്ടർ ലെവൽ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. സൈഡിലെ ഫംഗ്ഷൻസിനകത്ത് ഓപ്ഷൻ സെപ്പറേറ്റ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണക്കൽ മാത്രം ചെയ്താൽ മതി, ബാക്കി ഒലുമ്പൽ ഉണക്കലൊക്കെ പുറമേ ചെയ്യാം, അല്ലെങ്കിൽ അലക്കൽ മാത്രം ഇത് ചെയ്യുക, ബാക്കിയെല്ലാം പുറമേ ചെയ്യുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് അലക്കലും ഒലുമ്പലും ഉണക്കലും ഇത് 3ഉം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് മാത്രമാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ അതിൻ്റെ നേരെയുള്ള ലൈറ്റ് മാത്രം ബ്ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കണം. അത് മാത്രം ഇപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ അലക്കൽ മാത്രമേ ചെയ്യൂ, അതായത് നോർമൽ വാഷിൽ അലക്കൽ മാത്രം. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഒലുമ്പൽ മാത്രം, പിന്നെ പ്രസ് ചെയ്താൽ ഉണക്കൽ മാത്രം, പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അലക്കൽ ഒലുമ്പൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പുറമേ കൊണ്ടേ ഉണക്കാം. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ പുറമേ നിലക്കിയിട്ട് ഇതിനകത്ത് ഒലുമ്പ് ഉണക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വാറണ്ടി വരുന്നത് 2 വർഷം ഫുൾ വാറണ്ടി വരുന്നത്, മോട്ടറിന് 20 വർഷത്തെ വാറണ്ടി. ഫിസിക്കൽ ഡാമേജ് അങ്ങനത്തെ ഒന്നും ക്ലെയിം വരില്ല, അല്ലാതെ ബാക്കി എല്ലാത്തിനും നമുക്ക് വാറണ്ടി തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മറ്റേ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലെ ഫിൽറ്റർ ക്ലീൻ ചെയ്യില്ലായിരുന്നു. ഇല്ല, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇതാണ് ഫിൽറ്റർ. ഇതൊന്ന് ക്ലീൻ ആയി കൊടുക്കും. 1-1.5 ആഴ്ച 2 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ചളി കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇതിനുള്ളിലേക്ക് വന്ന് നിൽക്കാം. ഇത് ക്ലീൻ ചെയ്തിട്ട് ഈ